ഹായ് ഓൾ. ഡിഫറൻഷ്യൽ ജോമെട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ വെക്റ്റർ ഫീൽഡ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെക്റ്റർ ഫീൽഡും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനീഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെക്റ്റർ ഫീൽഡിന്റെ ഡെഫിനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസ് ആയിട്ട് അറിയേണ്ടതുണ്ട്. നോക്കാം. പി ബിലോങ്സ് ടു ആർ ഈസ് ടു എൻ പ്ലസ് വൺ. അതായത് ആർ ഈസ് ടു എൻ പ്ലസ് വണ്ണിലെ ഒരു പോയിന്റ് ആണ് പി. അങ്ങനെയാണെങ്കിൽ പിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എക്സ് വൺ എക്സ് ടു എക്സിട്ര എക്സ് എൻ പ്ലസ് വൺ എന്ന രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. എൻ പ്ലസ് വൺ കോർഡിനേറ്റ്സ് ഉണ്ടാകും. A vector at a point P is denoted by V bar equal to P comma V, where P belongs to R raised to n plus 1. അതായത് P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടറിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന V എന്ന വെക്ടർ, അതിനെ നമുക്ക് V bar എന്ന് ഡിനോട്ട് ചെയ്യാം. ഇവിടെ P belongs to R raised to n plus 1 ആണ്. അതായത് a vector at a point P is denoted by V bar equal to P comma V, where P belongs to R raised to n plus 1. For example, V bar equal to 1 1 comma 2 3. ഇവിടെ 1 1ഉം 2 3ഉം വേറെ വേറെ ബ്രാക്കറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് എഴുതാം. അതായത് 1 1 2 3 എന്ന് എഴുതാം. അതായത് ഇവിടെ പി ആയിട്ട് വരുന്നത് 1 1ഉം വി ആയിട്ട് വരുന്നത് 2 3 ആണ്. അതായത് വി ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 3 എന്ന വെക്റ്റർ, 1 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 3 എന്ന വെക്റ്റർ, അതാണ് വി ബാർ. നോക്കാം, നമുക്കത് വരയ്ക്കണം. അതിനായിട്ട് ആദ്യം 1 1 മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 കിട്ടും. ഈ 1ഉം 3ഉം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 കിട്ടും. 3 4. ആ 3 4 ഇവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ 1 1ൽ നിന്ന് 3 4ലേക്ക് ലൈൻ വരയ്ക്കുക. ഇനി നോക്കുക, ഈ 3ൽ നിന്ന് 1 പോയാൽ നമുക്ക് 2 കിട്ടും. 4ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? 3 കിട്ടും. അതായത് 2 3 കിട്ടും. അതായത് ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് 2 3നെയാണ്. അതായത് 1 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 3 എന്ന് പറയുന്ന വെക്റ്റർ ആണ് ഇത്. അതെവിടെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ആദ്യം നമ്മൾ 1 1 മാർക്ക് ചെയ്തു. അതായത് നമ്മൾ 3 4 കണ്ടുപിടിച്ചിട്ട് ഒരു ലൈൻ 1 1ൽ നിന്ന് വരച്ചു 3 4ലേക്ക്. അപ്പോൾ ഇതെന്താണ്? 1 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 3 എന്ന് പറയുന്ന വെക്റ്റർ ആണ് ഇത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പി നമുക്ക് -1 2 ആയിട്ട് എടുക്കാം. വി -3 -1. അപ്പൊ നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താണ്? -1 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന -3 -1 എന്ന വെക്റ്റർ, അതാണ് ഇത്. നിങ്ങൾ വരച്ചു നോക്കാം. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. 2 0 3 2 അത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് 2 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 2 എന്ന വെക്റ്റർ, അതാണ് ഇത്. ഇനി അതേപോലെ തന്നെ 1 1 1 1, അതായത് 1 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 1 എന്ന വെക്റ്റർ, അതാണിത്. ഓക്കെ, ഇനി കുറച്ച് ഡെഫിനീഷൻസ്. എ വെക്റ്റർ അറ്റ് എ പോയിന്റ് P belongs to R raised to n plus 1 is a pair V bar equal to PV, where V belongs to R raised to n plus 1. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ലൈനിൽ പറയുന്നത്. The vectors at P form a vector space Rpn plus 1 of dimension n plus 1 with addition defined by Pv plus Pw equal to P comma V plus W and scalar multiplication by C into Pv equal to P comma Cv. അതായത് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വെക്ടേഴ്സുകളുടെയും കളക്ഷൻ എടുത്താൽ നമുക്കൊരു വെക്ടർ സ്പേസ് കിട്ടും. ആ വെക്ടർ സ്പേസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത് Rp⁻n+1 ആണ്. അതിൻ്റെ ഡയമെൻഷൻ n+1 ആണ്. അവിടുത്തെ ആ വെക്ടർ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻസ് ആണ് എന്ത്? ഒന്ന് അഡീഷൻ, അതായത് PV പ്ലസ് PW ഈക്വൽ ടു P കോമ V പ്ലസ് W. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ C ഇൻറ്റു PV എന്ന് പറഞ്ഞാൽ P
പി കോമ സി വി ആയിരിക്കും. നെക്സ്റ്റ് ഡെഫിനിഷൻ, ദ സെറ്റ് പി കോമ വി വൺ കോമ P comma V2 etc. P comma Vn plus 1 is a basis for Rpn plus 1 where V1, V2 etc. Vn plus 1 is any basis for R raised to n plus 1. അതായത് V1, V2 etc. Vn plus 1 R raised to n plus 1 ഒരു ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ P കോമ V1 കോമ എക്സെട്ര P കോമ Vn plus 1 എന്ന് പറഞ്ഞാൽ Rpn plus 1 ബേസിസ് ആയിരിക്കും. Given two vectors PV and PW at P, അതായത് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന V എന്ന് പറഞ്ഞ വെക്റ്റർ ആണിത്, പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന W എന്ന് പറഞ്ഞ വെക്റ്റർ ആണ് ഇത്. Their dot product is defined using the standard dot product on R raised to n plus 1 by P comma V dot P comma W equal to V dot W. അതായത് ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് തന്നാൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സാധാരണത്തെ പോലെ വി ഡോട്ട് ഡബ്ല്യു. എന്താണ് വി ഡോട്ട് ഡബ്ല്യു? വി ഡോട്ട് ഡബ്ല്യു. ഇനി when P comma V and P comma W belongs to R P raised to 3 where P belongs to R3, the cross product is also defined using the standard cross product on R3 by P comma V cross P comma W equal to P comma V cross W. അതായത് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? പി കോമ വി ക്രോസ് ഡബ്ല്യു. നമുക്ക് പിയിൽ നിന്ന് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെക്ടർ ആണ് കിട്ടുക. അതായത് പി കോമ വി ക്രോസ് ഡബ്ല്യു. യൂസിങ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ദ ലെങ്ത് ഓഫ് എ വെക്ടർ വി ഈക്വൽ ടു, അതായത് വി ബാർ, വി ബാർ ആണ് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വി എന്ന വെക്ടർ അറ്റ് പി ആൻഡ് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് വി ബാർ ആൻഡ് ഡബ്ല്യു ബാർ ആർ ഡിഫൈൻഡ് ബൈ. അതായത് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം വെക്ടറിൻ്റെ. അതേപോലെ തന്നെ രണ്ട് വെക്ടർ തന്നാൽ അവർക്കിടയിലുള്ള ആംഗിളും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം. അപ്പോൾ വി ബാർ എന്ന് പറയുന്നത് പി കോമ വി ആണ്, പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വി എന്ന വെക്ടർ. അങ്ങനെയാണെങ്കിൽ നോം വി, ആ വെക്ടറിൻ്റെ വി ബാർ എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വി ഡോട്ട് വി ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് വി ഡോട്ട് വി ആണ്. ഇനി ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ പി വി വൺ പി വി ടു രണ്ട് വെക്ടേഴ്സ് ആണ്, അവർക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം കോസ് തീറ്റ കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ ആണിത്. അത് പി വി വൺ ഡോട്ട് പി വി ടു ഡിവൈഡഡ് ബൈ നോം ഓഫ് പി കോമ വി വൺ ഇൻറ്റു നോം ഓഫ് പി കോമ വി ടു. ഡോട്ട് പ്രൊഡക്റ്റ് നമുക്കറിയാം വി വൺ ഡോട്ട് വി ടു ആണ്. നോം എന്ന് പറഞ്ഞാൽ നോം വി വൺ, നോം ഈ വി വണ്ണിൻ്റെ നോമും ഈ വി ടുവിൻ്റെ നോമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ തീറ്റ സീറോയിൻ്റെയും പൈയുടെയും ഇടയിലാണ്. 0 ലെസ് ദാൻ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ പൈ ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് തീറ്റ കണ്ടുപിടിച്ചൂടെ? തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് വി വൺ ഡോട്ട് വി ടു ഡിവൈഡഡ് ബൈ നോം വി വൺ ഇൻറ്റു നോം വി ടു. ഇനി വെക്ടർ ഫീൽഡ് എന്താണെന്ന് നോക്കാം. എ വെക്ടർ ഫീൽഡ് എക്സ് ബാർ ഓൺ യു സബ്സെറ്റ് ആർ റൈസ്ഡ് ടു n plus 1 is a function which assigns to each point of u a vector at that point. Thus x bar of p equal to p comma x of p for some function x from u to r raised to n plus 1. x is called associated function. അതായത് ഒരു വെക്ടർ ഫീൽഡ് എക്സ് ബാർ ഓൺ യു, ഇവിടെ യു സബ്സെറ്റ് ഓഫ് ആർ റൈസ് ടു n plus 1 ആണ്. ആ വെക്ടർ ഫീൽഡ് ഒരു ഫംഗ്ഷൻ ആണ്. അത് അസൈൻ ചെയ്യുന്നത് നമ്മളൊന്ന് യുവിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ യുവിലെ ഓരോ പോയിന്റിനെയും ആ പോയിന്റിലെ ഒരു വെക്ടറിലേക്ക്, ആ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് വെക്ടർ ഫീൽഡിനെ. അപ്പോൾ പിയിലെ യുവിൽ ഒരു പോയിന്റ് ആണ് പി. അപ്പോൾ എക്സ് ബാർ ഓഫ് പി എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെക്ടറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പി കോമ എക്സ് ഓഫ് പി എന്നാണ്. അതായത് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ് ഓഫ് പി എന്ന് പറഞ്ഞ വെക്ടർ.
ഇവിടെ എക്സ് ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഇവിടെ നിന്ന് എവിടേക്കാണ്? യുവിൽ നിന്ന് r(n+1)ലേക്കാണ്. ഈ എക്സിനെ നമ്മൾ വിളിക്കുക അസോസിയേറ്റഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ജനറലി ഒരു വെക്റ്റർ ഫീൽഡിന്റെ ഫോം എന്താണ്? എക്സ് ബാർ ഓഫ് പി ഈക്വൽ ടു പി കോമ എക്സ് ഓഫ് പി ആണ്, വേർ എക്സ് അസോസിയേറ്റഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. എക്സ് R2-വിൽ നിന്ന് R2-വിലേക്കുള്ള ഒരു അസോസിയേറ്റഡ് ഫംഗ്ഷൻ ആണ്. എക്സ് ബാർ അല്ല, എക്സ് ഒരു എക്സ് ആണ്, അസോസിയേറ്റഡ് ഫംഗ്ഷൻ ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഓഫ് പി ഈക്വൽ ടു 10 ആണ് ഫോർ ഓൾ പി ബിലോങ്സ് ടു R2. ഇനി എക്സ് ബാർ ഓഫ് പി ഈക്വൽ ടു, നമുക്കറിയാം വെക്റ്റർ ഫീൽഡ് പി കോമ എക്സ് ഓഫ് പി എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. ഇവിടെ എക്സ് ഓഫ് പി 10 ആണ് ഏത് പോയിന്റ് എടുത്താൽ. അപ്പോൾ പി കോമ 10 ആണ്. ഇനി പി ആയിട്ട് നമ്മൾ x1 x2 എടുത്താൽ, R2-വിൽ നിന്ന് x1 x2 എടുത്താൽ എക്സ് ബാർ ഓഫ് x1 x2 ഈക്വൽ ടു x1 x2 10 ആയിരിക്കും. ഏത് പോയിന്റ് എടുത്താലും 10 ആണ്. അപ്പോൾ x1 x2 x1 x2 1 0, അങ്ങനെ രണ്ട് ബ്രാക്കറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇനി p ഈക്വൽ ടു 0 0 ആണെങ്കിൽ 0 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 0 എന്ന് പറഞ്ഞ വെക്റ്റർ, 1 1 ആണെങ്കിൽ 1 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 0 എന്ന് പറഞ്ഞ വെക്റ്റർ, അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ 1 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 0 എന്ന് പറഞ്ഞ വെക്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 1 1 മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 1 കിട്ടും. അപ്പോൾ 1 1-ൽ നിന്ന് 2 1-ലേക്ക് നമ്മൾ ലൈൻ വരച്ചു. ഇതാണ് 1 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 0 എന്ന് പറയുന്ന വെക്റ്റർ. അങ്ങനെ കുറച്ച് പോയിന്റ്സ് എടുത്തിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഷേപ്പ്, ഈ ഗ്രാഫ് കിട്ടും, ഈ വെക്റ്റർ ഫീൽഡിന്റെ. ഇനി അടുത്ത എക്സാമ്പിൾ 2, എക്സ് ഫ്രം, ഇതും അസോസിയേറ്റഡ് ഫംഗ്ഷൻ ആണ്. എക്സ് ഫ്രം R2-വിൽ നിന്ന് R2-വിലേക്കാണ്. എക്സ് ഓഫ് പി ഈക്വൽ ടു പി ആണ്. ഏത് പോയിന്റ് എടുത്താലും അതേ പോയിന്റിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുക. എക്സ് ബാർ ഓഫ് പി ഈക്വൽ ടു പി കോമ എക്സ് ഓഫ് പി ആണ്. ഇവിടെ എക്സ് ഓഫ് പി പി ആണ്. അപ്പോൾ പി കോമ പി ഫോർ ഓൾ പി ബിലോങ്സ് ടു R2. ഇനി പി 0 0 എടുത്താൽ നമുക്ക് കിട്ടുക 0 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 0 0 എന്ന് പറഞ്ഞ വെക്റ്റർ, 1 0 എടുത്താൽ 1 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 0 എന്ന് പറഞ്ഞ വെക്റ്റർ. അതായത് നമുക്കത് വരയ്ക്കുക എങ്ങനെ ചെയ്യണം? 1 0 ആദ്യം മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ 1 0 1 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 0 കിട്ടും. 1 0-ൽ നിന്ന് 2 0-ലേക്ക്, ഇത് 1 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 0 എന്ന് പറഞ്ഞ വെക്റ്റർ. അങ്ങനെ ഓരോ പോയിന്റും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പില് ഗ്രാഫ് കിട്ടും. നെക്സ്റ്റ്, എക്സിൽ നിന്ന്, എക്സ് എന്ന് പറഞ്ഞ അസോസിയേറ്റഡ് ഫംഗ്ഷൻ R2-വിൽ നിന്ന് R2-വിലേക്കാണ്. എക്സ് ഓഫ് x1 x2 എന്ന് പറയുന്നത് -x2 x1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെക്റ്റർ ഫീൽഡ് എങ്ങനെയായിരിക്കും? എക്സ് ബാർ ഓഫ് പി ഈക്വൽ ടു പി കോമ എക്സ് ഓഫ് പി ആണ്. ഇവിടെ എക്സ് ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി പി 0 0 എടുത്താൽ നമുക്ക് കിട്ടുക, പി 0 0 എടുത്താൽ നമുക്ക് കിട്ടുക 0 0 0 0 ആയിരിക്കും. കാരണം -x2 x1, അപ്പോൾ -0 0, അതായത് 0 0 തന്നെയായിരിക്കും. ഇനി 1 0 എടുത്താൽ 1 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ് ഓഫ് 1 0 എന്ന് പറഞ്ഞ വെക്റ്റർ, എക്സ് ഓഫ് 1 0 എന്തായിരിക്കും? -0 1 ആയിരിക്കും, അതായത് 0 1. അതാണ് 1 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 0 1 എന്ന് പറയുന്ന വെക്റ്റർ. അതായത് 1 0-ൽ നിന്ന്, ഇവിടെ 1 0 ഇതാണ്, 1 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 0 1 എന്ന് പറയുന്ന വെക്റ്റർ ആണ് ഇത്. ഇനി 1 1-ൽ നിന്ന് 1 1 ആകുമ്പോൾ നമുക്ക് കിട്ടുക 1 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന -1 1 എന്ന് പറഞ്ഞ വെക്റ്റർ. അതാണ് ഇവിടെ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ പോയിന്റ് എടുത്ത് വരയ്ക്കുമ്പോൾ, കുറച്ച് പോയിന്റ്സ് എടുത്ത് വരയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഗ്രാഫ് കിട്ടും. ടെക്സ്റ്റിലെ പിക്ചർ ആണ് ഈ വരച്ചിരിക്കുന്നത്. ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ഷേപ്പിലാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. Definitions: a function f from U subset of r raised to n plus 1 to r, where U open set is smooth
function if all its partial derivatives of all orders exist and are continuous. അതായത് ഒരു ഫംഗ്ഷൻ എടുത്തു യുവിൽ നിന്ന് നമ്മുടെ യു സബ്സെറ്റ് ഓഫ് ആർ റേസ് ടു എൻ പ്ലസ് വൺ ആണ്, യു ഓപ്പൺ സെറ്റ് ആണ്, ഈ ഫംഗ്ഷൻ ആറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഓഫ് ഓൾ ഓർഡേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, എല്ലാതും കണ്ടിന്യൂസും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷനെ നമ്മൾ സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം, ഇനി അടുത്തൊരു ഇക്വേഷൻ അല്ല ഡെഫിനേഷൻ ആണ്. എ ഫംഗ്ഷൻ എഫ് ഫ്രം യു ടു ആർ റേസ് ടു കെ ഈസ്, ഇവിടെ യു സബ്സെറ്റ് ഓഫ് ആർ റേസ് ടു എൻ ആണ്, is smooth if each component function fi u to r is smooth. അതായത് ഒരു ഫംഗ്ഷൻ യുവിൽ നിന്ന് ആർ റേസ് ടു കെയിലേക്ക് അതിനെ സ്മൂത്ത് ആണെന്ന് പറയപ്പോഴാണ് അതിൻ്റെ ഓരോ കമ്പോണന്റ് ഫംഗ്ഷൻസും സ്മൂത്ത് ആയിരിക്കണം. നോക്കാം, അതായത് എക്സ് യുവിൽ ഒരു പോയിന്റ് ആണ്, യു സബ്സെറ്റ് ഓഫ് ആർ റേസ് ടു എന്നാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈ ഫോമിൽ എഴുതാം, x1 x2 എക്സെട്ര xn. ഇനി എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ആർ ഈസ് ടു കെയിലെ ഒരു പോയിന്റ് ആണ്, അതായത് അതിൽ കെ കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. ആ അതിലെ ഓരോ ഇപ്പോൾ കെ കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ ആദ്യത്തെ കോർഡിനേറ്റിനെ നമുക്ക് f1 ഓഫ് x1 x2 എക്സെട്ര xn എഴുതാം. ഇത് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അടുത്തതിനെ f2 ഓഫ് x1 x2 എക്സെട്ര xn, അങ്ങനെ fk ഓഫ് x1 x2 എക്സെട്ര xn എന്ന് എഴുതാം. ഇവിടെ ഈ എഫ് ഐകളൊക്കെ യുവിൽ നിന്ന് ആറിലേക്കുള്ള സ്മൂത്ത് ഫംഗ്ഷൻസ് ആയിരിക്കും. ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ എഫിനെ സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് പറയാൻ സാധിക്കൂ. ഇനി ഒരു വെക്റ്റർ ഫീൽഡ് എക്സ് ബാർ ഓൺ യു ഈസ് സ്മൂത്ത് ഇഫ് ദ അസോസിയേറ്റഡ് ഫംഗ്ഷൻ എക്സ് ഫ്രം യു ടു ആർ റേസ് ടു എൻ പ്ലസ് വൺ ഈസ് സ്മൂത്ത്. അതായത് ഒരു വെക്റ്റർ ഫീൽഡ് ഓൺ യു സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത് ആണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അസോസിയേറ്റഡ് ഫംഗ്ഷൻ സ്മൂത്ത് ആയിരിക്കണം. ഇവിടെ യു സബ്സെറ്റ് ഓഫ് ആർ റേസ് ടു എൻ പ്ലസ് വൺ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അസോസിയേറ്റഡ് ഫംഗ്ഷൻ എക്സ് ഫ്രം യു ടു ആർ റേസ് ടു എൻ പ്ലസ് വൺ സ്മൂത്ത് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ ഫീൽഡ് സ്മൂത്ത് ആയിരിക്കും. ഇനി ഗ്രേഡിയന്റ് associated with each smooth function f from u to r where u open in r raised to n plus 1 is a smooth vector field on u called the gradient del f of f defined by del f of p equal to p comma dou f by dou x1 etc dou f by dou xn plus 1 of p. Del f is also a vector field on u. അതായത് ഏതൊരു സ്മൂത്ത് ഫംഗ്ഷൻ എഫ് യുവിൽ നിന്ന് ആറിലേക്ക് എടുത്താലും ഇവിടെ യു സബ്സെറ്റ് ഓഫ് ആർ ഈസ് ടു എൻ പ്ലസ് വൺ ആണ്, യു ഓപ്പൺ ആണ്. അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ഓൺ യു ഉണ്ടായിരിക്കും. ആ സ്മൂത്ത് വെക്റ്റർ ഫീൽഡിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് ഡെൽ എഫ് എന്ന് പറയാം, ഡെൽ എഫ് ഓഫ് എഫ് എന്ന് പറയാം. അത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡെൽ എഫ് ഓഫ് പി ഈക്വൽ ടു പി കോമ dou f by dou x1 of p etc dou f by dou xn plus 1 of p. ഓരോന്നിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക. എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്റ്റീവ് x1 കണ്ടുപിടിക്കുക, x2 കണ്ടുപിടിക്കുക, അങ്ങനെ xn plus 1 വരെ കണ്ടുപിടിക്കുക. ഡെൽ എഫ് ഒരു വെക്റ്റർ ഫീൽഡ് ആയിരിക്കും ഓൺ യുവിൽ. ഇനി സ്കെച്ച് ദ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് f of x1 x2 equal to x1 minus x2 square. ഓക്കെ, ഇനി ഡെൽ എഫ് ഓഫ് പി നമുക്ക് കണ്ടുപിടിക്കണം. ഡെൽ എഫ് ഓഫ് പി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പി കോമ ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഓഫ് പി എക്സെട്ര ഡോ എഫ് ബൈ ഡോ എക്സ്എൻ പ്ലസ് വൺ ഓഫ് പി ആണ്. ഇവിടെ x1 x2 വരെയുള്ളത്. അപ്പോൾ ആദ്യം എഫിനെ വിത്ത് റെസ്പെക്റ്റീവ് x1 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പിന്നെ x2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ x1 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഇതിനെ x1 മൈനസ് x2 സ്ക്വയറിനെ x1 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇനി x2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക -2 x2 ആയിരിക്കും. അപ്പോൾ ഡെൽ എഫ് ഓഫ് പി എന്ന് പറഞ്ഞാൽ പി കോമ 1 കോമ -2 x2 ആണ്. പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടർ ആണ്. ഇനി ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. 1 0 ചെയ്യുമ്പോൾ 1 0 1 0 എന്ന് വരും. 1 1 ചെയ്യുമ്പോൾ
1 -2 കിട്ടും. അങ്ങനെ കുറച്ച് പോയിന്റ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ ഗ്രാഫ് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. വരച്ച് നോക്കിയാൽ ജസ്റ്റ് ഈ പോയിന്റ്സ്, അതായത് 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 10 എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് വരയ്ക്കാൻ അറിയാം. ഇതാണ് 10 എന്ന് വിചാരിക്കുക. അപ്പോൾ 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 10 എന്ന് പറഞ്ഞ വെക്ടർ ആണ് ഇത്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് എടുത്ത് വരയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. പാരാമെട്രൈസ്ഡ് കർവ് എന്താണ്, വെലോസിറ്റി വെക്ടർ എന്താണ്, അങ്ങനെ അതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.